അമ്മ ഈ വാതിലൊക്കെ പൂട്ടി ഗേറ്റൊക്കെ പൂട്ടി എങ്ങനെ പോകണ അറിയോ? സന്ധ്യ അങ്ങനെ കുഞ്ഞാവ ചെരുപ്പൊക്കെ ഇടുകയാണ് അല്ലേ. എവിടെ പോവാ കുഞ്ഞാവേ? സിനിമ? പിന്നെ അച്ഛനോട് എടുത്തില്ലേ? അമ്മേ കുഞ്ഞാവ് പറയാ സിനിമയ്ക്കാണ് പോണതെന്ന്. സിനിമയ്ക്കല്ല, നമ്മളെങ്ങടാ പോണേ? സദ്യ അത്ര കുഞ്ഞാവ് ഈ പറയണ പോലെ സിനിമയ്ക്കും സദ്യക്കൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ സർക്കസ് കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മൾ പെരിന്തൽമണ്ണ തന്നെ ജെമിനി സർക്കസ് ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മൾ കുറേ വിചാരിക്കുന്നു അതൊന്ന് പോയി കണ്ടാലോ, സർക്കസിൽ എന്തൊക്കെ ഉണ്ടാവും, ആനയും കുതിരയും ഒട്ടകവും പശുവൊക്കെ ഉണ്ടാവുമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ആ ഒരു കൺസെപ്റ്റിൽ പോയതായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാം നാശകോശമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നാശകോശം നല്ല ഉദ്ദേശിച്ച് ഞാൻ പറയുമ്പോൾ ഇവിടെ വന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മനുഷ്യന്മാർ തമ്മിലുള്ള സർക്കസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ഇങ്ങനെ നമ്മൾ പണ്ട് നീ ഇത് സർക്കസ് കളിക്കണോ എന്നുള്ള സംഭവമൊക്കെ നമ്മൾ പണ്ട് കുട്ടികളോടൊക്കെ ചോദിക്കില്ലേ, ആ ഒരു സംഭവം നമ്മളവിടെ കണ്ടത്. കാരണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത ആൾക്കാർ അരേ വാ എന്നൊക്കെ പറയാം. കാരണം അത്രയും അവർ ഹാർഡ് വർക്ക് ചെയ്ത് ഫുൾ ടൈം അവർ രാവിലെ തൊട്ട് രാത്രി വരെയും ഇതന്നെ പ്രാക്ടീസ് ചെയ്ത് നടക്കേണ്ട അവസ്ഥയാവുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലിട്ട് കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്തൊരു ഭംഗി അറിയോ കാണാൻ. പലവിധ കളേഴ്സ് കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കുറേ തുണികളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെളിച്ചം കെട്ടി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ മൃഗങ്ങളെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആനിമേഷൻ പോലെ ഇങ്ങനെ ഇളകുന്ന മൃഗങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. കുട്ടികൾക്ക് ഞാനത് ശരിക്കുള്ളത് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് പക്ഷെ അതിലൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ അമ്പലത്തിൽ ഒരു എപ്പോഴും ഗണപതി അമ്മക്ക് കഴിക്കാൻ വരുന്ന ഒരു ചേട്ടനാണ് കേട്ടോ ഈ സർക്കസ് നടത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ടിക്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ആൾ. പക്ഷേ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മൃഗങ്ങളൊക്കെയുള്ള സർക്കസാണെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സർക്കസിന്. ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മനുഷ്യർ കാണിക്കുന്നത് നമ്മൾ കണ്ടിരിക്കണ്ടേ. കാരണം നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റുന്ന കാര്യമില്ല. അപ്പോൾ പറ്റാവുന്നവർ അവരുടെ കഴിവുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്ന് പ്രോത്സാഹിപ്പിക്കണ്ടേ. സർക്കസിൻ്റെ കഥ ഇവിടെ നിന്ന് തീർന്നില്ല കേട്ടോ. ഒരു യമണ്ട കോമഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ അടുത്ത ഷോർട്സ് ആയിട്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം. അത് കേട്ടാൽ നിങ്ങൾ ചിരിച്ച് ചാവിട്ടോ. അങ്ങനെയാണ് ആ ഒരു കോമഡി ഞാൻ അടുത്ത ഷോർട്സ് ആയിട്ടിടാം. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ നല്ല സാഹസികമായി അത്യുഗ്രൻ എന്താ ഇതിന് പറയുക, അത്യുഗ്രൻ പ്രകടനം കാഴ്ചവെക്കാൻ ബീഹാറിൽ നിന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറയണത് കേട്ടോ. നല്ല രസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും നമ്മൾ മലയാളികളാരുമില്ല. നല്ല ഭംഗിയുള്ള ബോഡി, എന്താ ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ അവരുടെ ഈ ഒരു സാധനമില്ലേ. ഈ പുള്ളി നല്ല രസമുണ്ട്. കുഞ്ഞാവ് എന്നിട്ട് പറയുന്നത് ഇവിടെ നിന്ന് വെച്ചിട്ട് ഇങ്ങനെ വെള്ളം വരുന്നത്. കുഞ്ഞാവ്ക്ക് ഇവരെ രണ്ടാളും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞാവ് പറയുന്നത് കൂട്ടുകാരനൊക്കെ ആക്കാൻ പറ്റൂലേ എന്നൊക്കെ. അവരിങ്ങനെ ഹായ് ഒരു പ്രത്യേക ഹായ് ആണ് കേട്ടോ അവരുടെ. ഭയങ്കര ഒരു പ്രത്യേക ഒച്ചയാണ്. കുഞ്ഞാവ് പറയും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന രീതിയിൽ കുറേ നല്ല ഭംഗിയുള്ള വൈബ്രൻറ്റ് കളേഴ്സിൽ കുറേ ഫ്ലാഗുകൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മളിതൊന്നും വീട്ടിലിരുന്ന് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്ത ഷോർട്സിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണേ.